നെക്സ്റ്റ് chromatic polynomial ആണ്. The chromatic polynomial counts number of its proper vertex color. പ്രോപ്പർ വെർട്ടെക്സ് കളറിങ്ങിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ടാണ് ക്രോമാറ്റിക് പോളിനോമിയൽ യൂസ് ചെയ്യുന്നത്. അതിനെ P0 ഓഫ് ലാംഡ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് നമുക്ക് മാക്സിമം 4 കളേഴ്സ് വേണമെങ്കിൽ ഓരോ വെർട്ടെക്സിനും ഓരോ കളർ വെച്ചിട്ട് അടിക്കാനായിട്ട് പറ്റും. അതായത് 4 ഫാക്ടോറിയലാണ്. ഓക്കെ അല്ലേ. അതേപോലെ ഈ തന്നിരിക്കുന്ന ലൈൻ സെഗ്മെൻറ്റ് മാക്സിമം 2 കളേഴ്സ്, ഒന്നല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ, അങ്ങനെ ഈ 2 വെർട്ടെക്സിനും കളർ കൊടുക്കാൻ പറ്റും. സോ ദ കൗണ്ട് നമ്പർ ഓഫ് ഇറ്റ്സ് പ്രോപ്പർ വെർട്ടെക്സ് കളറിങ്ങിനെയാണ് നമ്മൾ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുക. അതിനൊരു ഇക്വേഷൻ ഉള്ളതാണ് Pn ഓഫ് ലാംഡ ഈക്വൽ ടു സമ്മേഷൻ C1 ഓഫ് ലാംഡ 1. അതായത് C1 ഓഫ് ലാംഡ by 1 factorial plus C2 of lambda into lambda minus 1 by 2 factorial plus Cn lambda minus 1 into lambda minus 1 into n minus 1 by n factorial. അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഒരു പ്രോബ്ലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ V1 എന്ന് പറയുന്ന വെർട്ടെക്സിന് 1 കളർ ചെയ്തു, അഡ്ജസൻ്റ് അല്ലാത്ത V4ന് 1 കളർ ചെയ്തു, V2ന് 2 കളർ ചെയ്തു, V2നോട് അഡ്ജസൻറ്റ് ആണ് ബാക്കിയെല്ലാം. സോ V3ക്കും V5നും 3 കളർ ചെയ്തു. സോ നമുക്ക് കൈ ഓഫ് ജി എത്ര കിട്ടി? 3 കിട്ടി. നമുക്കിനി ഇത് ആ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Pn ഓഫ് ലാംഡ, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് വെർട്ടീസസ് ആണ്. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് 5 ആണ്. സോ P5 ഓഫ് ലാംഡ ഈക്വൽ ടു C1 ഓഫ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് C2 ഓഫ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് C3 ഓഫ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 by 3 factorial plus C4 into lambda minus 1 into lambda minus 2 into lambda minus 3 by 3 factorial plus C5 into factorial. നമ്മൾ അങ്ങനെ എഴുതി. ആക്ച്വലി ഈ കേസിൽ കൈ ഓഫ് ജി എന്ന് പറഞ്ഞാൽ 3 ആണ്. മിനിമം കളേഴ്സ് വെച്ച് 3 ആണ്. സോ C1ഉം C2ഉം എന്തായിരിക്കും? 0s ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് C3ൻ്റെത് 3 കളേഴ്സ് വെച്ചിട്ട് ഈ ഗ്രാഫ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ V1 ഞാൻ റെഡ് ഗ്രീൻ ബ്ലൂ 3 കളേഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ V2ന് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂവേ എടുക്കാനായിട്ട് പറ്റൂ. ഇപ്പോൾ ഞാൻ റെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ V3ക്ക് അങ്ങനെയാണെങ്കിൽ ബ്ലൂ മാത്രമാണ് എടുക്കാനായിട്ട് പറ്റുക. V1ന് ആകെ ബ്ലൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് റെഡ് V1ഉം V2 ഗ്രീനും എടുത്തിട്ടുണ്ട്. ആൻഡ് V4ന് ആകെ എടുക്കാൻ പറ്റുന്ന കളേഴ്സ് എന്ന് പറയുന്നത് റെഡ് ഗ്രീൻ മാത്രമാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് കളേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1, അതായത് നമുക്ക് 12 കിട്ടും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് C4 4 കളേഴ്സ് വെച്ച് നോക്കുമ്പോൾ റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ, അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ബ്ലൂ യെല്ലോ കൊടുത്തു. ഇനി അതിനോട് അഡ്ജസൻ്റ് അല്ലാത്തത് ബ്ലൂ യെല്ലോ കൊടുത്തു. ബ്ലൂ യെല്ലോനോട് അഡ്ജസ്റ്റൻ്റ് അല്ലാത്തത് റെഡ് ഗ്രീന് യെല്ലോ കൊടുത്തു. അതേപോലെ V3ക്ക് ഗ്രീനും എടുക്കാൻ പറ്റില്ല, റെഡും കൊടുക്കാൻ പറ്റില്ല. സോ ബ്ലൂ യെല്ലോ കൊടുത്തു. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് മാക്സിമം നമ്പർ ഓഫ് കളേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. അതായത് 4 ഫാക്ടോറിയൽ ഇൻറ്റു 6. ആ ഫോമിൽ എഴുതുന്നത് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണ്. സോ നമ്മൾ ഇനി ഇത് ഇക്വേഷനിലോട്ട് എഴുതുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 ബൈ 4 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യാനാണ്. 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ അത് കട്ടായി പോകും. അങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്ത ഫാക്ടോറിയൽസൊക്കെ മാറ്റുമ്പോൾ നമുക്ക് പിന്നെ നമ്പേഴ്സായിട്ട് കിട്ടുന്നത് 2 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 പ്ലസ് 6 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 ലാംഡ മൈനസ് 4. ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട ഇതാണ് നമ്മുടെ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ക്രോമാറ്റിക് പോളിനോമിയലിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണിത്. ഇതിന് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് 5 ആണ്. സോ P5 ഓഫ് ലാംഡ ഈക്വൽ ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റെഡ് ഗ്രീൻ ബ്ലൂ വൈ അസൈൻ ചെയ്ത് കൊടുത്താൽ V4ന് റെഡ് ഗ്രീൻ ബ്ലൂ വൈ അസൈൻ ചെയ്ത് കൊടുത്താൽ V3ക്ക് ഗ്രീൻ ബ്ലൂ വൈയേ പറ്റുള്ളൂ. V5ന് അതും യൂസ് ചെയ്യാതെ ബ്ലൂ വൈയേ പറ്റുള്ളൂ. ആൻഡ് V2ലേക്ക് വരുമ്പോൾ അഡ്ജസൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. V1നെന്ന് പറയുമ്പോൾ റെഡും ഗ്രീനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് പോളിനോമിയലായിട്ട് എഴുതുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കൈ ഓഫ് ജി എന്ന് പറയുന്നത് 3 ആണ്.
സോ C1 ഉം C2 0 ആയിരിക്കും. നമ്മൾ C3 നോക്കുമ്പോൾ നമുക്ക് 3 ഫാക്ടോറിയൽ തന്നെയാണ് കിട്ടുക. ആൻഡ് C4 നമ്മൾ 4 കളേഴ്സ് എടുത്തിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ഫാക്ടോറിയലിൻ്റെ ബേസിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. സോ നമ്മളതങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് as -1 ലാംഡ -2 ലാംഡ -3 ലാംഡ -4. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. C5 5 ഫാക്ടോറിയൽ അതൊക്കെ ഡയറക്റ്റ് കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഈ പോളിനോമിയൽ കിട്ടിയത്. ഇതാണ് അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്.